ഈസി ആയിട്ട് വിസിറ്റ് വിസ വന്നിട്ട് LMIA മാറ്റാം, വർക്ക് പെർമിറ്റിലോട്ട് മാറ്റാമെന്ന് പറയുന്നത് വെറും കള്ളത്തരമാണ്. എംപ്ലോയർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ, വാസ് ഇറ്റ് ജസ്റ്റ് ബേസിക് ഇംഗ്ലീഷ്? അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കൊരു 4 ഒക്കെ ഉണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദി ടൈം അത് അപ്രൂവ് ആയി പോകും. ഈ എംപ്ലോയർ ഈ ഇനിഷ്യേറ്റീവ് എടുക്കാതെ നമുക്ക് ഈ LMIA ഡോക്യുമെന്റ് കിട്ടില്ല. LMIA അഥവാ ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, അതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. LMIA ഉണ്ടെങ്കിൽ കാനഡയിൽ ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണോ? സ്റ്റുഡൻ്റായി വന്ന ഒരാൾക്ക് LMIA എങ്ങനെ ഹെൽപ്പ് ആകും? നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് LMIA എങ്ങനെ ഹെൽപ്പ് ആകും? LMIAക്ക് IELTS വേണോ? LMIAക്ക് എത്ര ചിലവാകും? LMIAയുടെ എല്ലാ കാര്യങ്ങളും ഈ വ്ളോഗിൽ ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. ഞാനല്ല അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന 2 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. കാനഡ ബേസ്ഡ് യോക്ക് ഇമിഗ്രേഷൻ എന്ന സ്ഥാപനത്തിലെ ലിസ് ആൻഡ് സൈബു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ലിസ് ആൻഡ് സൈബു നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അവരെക്കുറിച്ച് തന്നിരുന്നു. അന്ന് ഞങ്ങൾ വാക്ക് തന്നിരുന്നു LMIAയെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞങ്ങളൊരു സ്റ്റോറി പോസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ ചോദിച്ച് അതിനുള്ള ഉത്തരങ്ങളും കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോകാം. ലിസും സൈബും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ലിസ്, ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ LMIA ഒന്ന് ബ്രീഫായിട്ട് ടച്ച് ചെയ്തു. അപ്പോൾ LMIAയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പോലെ IRCC ജാർഗൻസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ LMIA എന്ന് വെച്ചാൽ എന്താണ്? LMIA എന്ന് വെച്ചാൽ ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ദാറ്റ്സ് വാട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ. അതൊരു എംപ്ലോയറിന് കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. അവരുടെ ESTC എംപ്ലോയ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കാനഡ ആണ് ഈ LMIA ഡോക്യുമെൻ്റ് ഒരു എംപ്ലോയറിന് ഇഷ്യൂ ചെയ്യുന്നത്. സോ അവരത് ആഫ്റ്റർ സ്ക്രൂട്ടനൈസിങ് ദി എംപ്ലോയർസ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ റിയലി ജെനുവൻലി നീഡ് ദിസ് പൊസിഷൻ, അന്നേരം ESTC ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുന്നതാണ് ഈ LMIA എന്ന് പറയുന്നത്. LMIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് വേണ്ടി ഉള്ളതല്ല. ഇത് ആക്ച്വലി വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടി ഉള്ളതാണ്. അറ്റ്ലീസ്റ്റ് മിനിമം 2 to 3 years എങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ LMIA യൂഷ്വലി ഉപയോഗിക്കാറ്. ഓൾസോ ദിസ് വിൽ ഹെൽപ്പ് ഇൻ ആഡിങ് പോയിന്റ്സ് ഫോർ PR ടു ഗെറ്റ് ദ PR. ഇതിന് ഈ LMIA കൊണ്ട് നമുക്ക് അഡീഷണൽ പോയിന്റ്സ് നേടാൻ പറ്റും. LMIA കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫാമിലിയെ കൊണ്ടുവരാം, അവർക്ക് കുട്ടികൾക്ക് വരാം. ഫാമിലിക്കാണെങ്കിൽ ഹസ്ബൻഡാണ് LMIA വരുന്നതെങ്കിൽ വൈഫിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ്, വൈഫിന് ഫുൾ ടൈം ഇവിടെ ജോലി ചെയ്യാം. കുട്ടികൾക്ക് വരാം, കുട്ടികൾക്ക് ഇവിടെ സ്കൂളിൽ പോവാം, എവറിത്തിങ് ഈസ് ഫ്രീ. അങ്ങനെയുള്ള ബെനിഫിറ്റുകളൊക്കെ LMIA-യോടുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ 1 year എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് PR-ന് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് പോയിന്റ്സ് എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. LMIA PR-ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വർക്ക് പെർമിറ്റുള്ള ആൾക്ക് അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റുള്ള ആൾക്ക്, ഓൾസോ നാട്ടിൽ നിന്ന് ഒരാൾക്ക് വരുന്ന ആൾക്ക് ഈ ഒരു LMIA ഉണ്ടെങ്കിൽ പോയിന്റ്സ് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് LMIA-യുടെ? സോ ഒരു LMIA ഒരു എംപ്ലോയർ തന്നാൽ, ഒരു ഹൂഎവർ റിക്വയർസ് എൻ LMIA, അവർ ഔട്ട്സൈഡ് കാനഡ ആണെങ്കിലും ഇൻസൈഡ് കാനഡ ആണെങ്കിലും ഒരു LMIA കിട്ടിയാൽ എ പേഴ്സൺ ഹു ഹാസ് I'd say 2 years of work experience in India and അവർക്ക് ഈ LMIAയും കൂടെ കിട്ടുമ്പം they are going to be coming to Canada on a work permit initially. So LMIA is usually for 1 year or 2 years, depends on the employer how long they have taken. Too, right? It could be for 3 years too. Depends on how long the employer has taken the LMIA for. So work permit our duration same time ആയിരിക്കും LMIA എടുത്ത പോലൊക്കെ തന്നെ. And then നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വർക്ക് പെർമിറ്റിൽ നിൽക്കാനും along with that it will help to apply for PR with additional points too. അപ്പോൾ ഓൾറെഡി കാനഡയിലുള്ള ഒരാൾക്ക് സെയിം പ്രോസസ്സ് തന്നെയാണോ LMIA അപ്ലൈ ചെയ്യാൻ വേണ്ടി? ഓൾറെഡി കാനഡയിലുള്ളവർക്ക് അവർക്ക് കാനഡയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ഹോൾഡർ ആണെന്ന് വെച്ചോ, ദേ ഓൾറെഡി ഹാവ് 2 years or 3 year work permit from their postgraduate work permit. So after that they decide to get an LMIA. So they just approach an employer and the employer gives them this LMIA document. It will help them to extend their work permit status inside Canada so they can stay for a longer time based on 2 years, 3 years work permit. Then other also will help for their PR definitely,
by adding 50 additional points with whatever CRS score that they already have. അപ്പോൾ കോർഡിനേഷൻ എല്ലാം യോക്ക് ഇമിഗ്രേഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു LMIA കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തൊരു എംപ്ലോയർ അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ ഉള്ള ഒരു എംപ്ലോയർ ആണെങ്കിൽ തന്നെയും അതിനുള്ള പേപ്പർ വർക്ക്സും എല്ലാ കോർഡിനേഷൻ അങ്ങനത്തെ സബ്മിഷൻസ് എല്ലാം നിങ്ങളുടെ ടീമാണോ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി നമ്മൾ എംപ്ലോയേഴ്സിൻ്റെ കൂടെ റെഗുലറായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ LMIA നേടാനായിട്ട്. ഈ എംപ്ലോയർ ഈ ഇനിഷ്യേറ്റീവ് എടുക്കാതെ നമുക്ക് ഈ LMIA ഡോക്യുമെൻ്റ് കിട്ടില്ല. സോ യോക്ക് ഇമിഗ്രേഷൻ വിൽ ഹെൽപ്പ് എൻ എംപ്ലോയർ ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്, റൈറ്റ് ഫ്രം ദ എഡ്യൂക്കേറ്റിംഗ് ദം വാട്ട് ഈസ് LMIA. Because employer kore documents and things that they need to fulfill, such as advertisement ആണ് one of the requirements. So avadam thottu till getting the LMIA approved, Yoke immigration will be there with them. Yes, നമ്മൾ യൂഷ്വലി എഡ്യൂക്കേറ്റ് ചെയ്യും ഇപ്പോൾ എംപ്ലോയറിനെ ആണെങ്കിൽ. ആൻഡ് വൺ അതർ ദാൻ ദാറ്റ് ഐ എം എ എംപ്ലോയർ ടു. സോ ഞാനും നമ്മുടെ അതർ ബിസിനസ്സിന് വേണ്ടി നമ്മൾ LMIA കൊണ്ടുവരാറുള്ളതാണ്. സോ വി നോ ഹൗ ഇറ്റ് റിയലി വർക്ക്സ്. നമ്മുടെ സിറ്റുവേഷനിൽ നമുക്കറിയാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്ലസും മൈനസും അതിനുണ്ടാവുന്ന പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് നമ്മളുടെ ബിസിനസ്സുകളിൽ കൂടെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ എംപ്ലോയീസ് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇതൊക്കെയാണ് അതിനകത്ത്, ഇതൊക്കെ മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ പ്രോസസ്സുകൾ ചെയ്ത് കഴിയുമ്പോൾ യൂഷ്വലി ഒരു 3 to 4 months 5 monthsനകം തന്നെ അവർക്ക് LMIA അപ്രൂവൽ കിട്ടും. അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കാൻഡിഡേറ്റ് ആരെയാണ് ഔട്ട്സൈഡ് കാനഡ ആണെങ്കിൽ കണ്ടുപിടിക്കുക. അത് കഴിയുമ്പോൾ അവരെ ഇന്റർവ്യൂ ചെയ്ത് അവർ ഓക്കെ ആണെന്ന് നോക്കിയാൽ അവർക്ക് വർക്ക് പെർമിറ്റിന് വേണ്ടി ഇടുക. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി പ്രോസസ്. അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അത് എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടത്തില്ല. ഈസി ആയിട്ട് കിട്ടുമായിരുന്നെങ്കിൽ ഇന്ത്യയിലുള്ള ചില സംസ്ഥാനങ്ങളൊന്നും കാണത്തില്ല, എല്ലാവരും ഇവിടെ വന്നേനെ. ചില രാജ്യങ്ങൾ പോലും കാണത്തില്ലായിരുന്നു, എല്ലാവരും ഇവിടെ വന്നേനെ. കനേഡിയൻ ഗവൺമെന്റിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാം ഫോളോ ചെയ്താൽ മാത്രമേ ഒരു എംപ്ലോയറിന്, ഒരു ബിസിനസ്സിന്, ഒരാളെ ഔട്ട്സൈഡ് കാനഡ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതൊരു ഈസി പ്രോസസ്സ് അല്ല. ആരെങ്കിലും ഈസി ആയിട്ട് തരാമെന്ന് പറഞ്ഞാലും അത് നടക്കത്തില്ല. അത് വെറുതെ കാശ് മേടിച്ച് തട്ടിപ്പിന് വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളിവിടെ ജീവിക്കുന്നതാണ്, നമുക്കിവിടെ ബിസിനസ് ഉള്ളതാണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ ചിലർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാട്ടിലൊക്കെ ഇതിനെപ്പറ്റി ഒരു സ്കാം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റിംഗ് വിസ, നാട്ടിലും ഗൾഫിലും വിസിറ്റിംഗ് വിസയിൽ ഇവിടെ കൊണ്ടുവരാം, ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് പെർമിറ്റിലോട്ട് മാറാം. അത് നാട്ടിലൊക്കെ ഇപ്പം ഈ സെയിൽസിലും ഈ സ്കിൽഡ് ആയിട്ടുള്ളതിലല്ലാത്തവരെയൊക്കെ വിസിറ്റിംഗ് വിസ ഭയങ്കര 5, 6, 8 ലക്ഷം കൊടുത്തിട്ട് വിസിറ്റിംഗ് വിസ എടുത്ത് കാനഡയിൽ കൊണ്ടുവരും. അങ്ങനെ പലരെ എനിക്കറിയാം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ അടുത്ത് പറയും LMIA ഈസി ആയിട്ട് കിട്ടും, നിങ്ങളിവിടെ വന്നിട്ടൊരു എംപ്ലോയറെ കണ്ടുപിടിച്ചാൽ മതി, ആ എംപ്ലോയർ നിങ്ങൾക്ക് എടുത്തു തരും. അങ്ങനെ അത് നടക്കുന്ന കാര്യമല്ല. ഒരാളുടെ ട്രേഡും അവരുടെ സ്കില്ലും അനുസരിച്ചിട്ടാണ് ഈ LMIA പർട്ടിക്കുലർലി ഉള്ളത്. സോ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക. ഈസി ആയിട്ട് വിസിറ്റ് വിസ വന്നിട്ട് LMIAയിലോട്ട് മാറ്റാം, വർക്ക് പെർമിറ്റിലോട്ട് മാറ്റാമെന്ന് പറയുന്നത് വെറും കള്ളത്തരമാണ്. അങ്ങനെ ഒരു കാരണവശാലും അതിനകത്ത് പോയി പെടരുത്. അത് നിങ്ങൾ സ്പെഷ്യലി വേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡയിൽ ജീവിക്കുന്നതും കാനഡയിൽ ലൈസൻസായിട്ട് ഈ എമിഗ്രേഷൻ നടത്തുന്നവരുമായിട്ട് കൺസൾട്ട് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. ബിക്കോസ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ഇവിടെ നടത്തുമ്പോൾ ഞങ്ങൾക്കിവിടെ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പം ലൈസൻസ്ഡ് ആണ്. നമുക്കങ്ങനെ കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ കള്ളത്തരം കാണിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ലൈസൻസ് പോകും, രണ്ടാമത് നമ്മളിവിടെ ജയിലിൽ പോകും. അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുമാത്രമല്ല നമ്മളിവിടെ ടാക്സ് കൊടുക്കുന്നതാണ്, നമ്മളെല്ലാം നമുക്കിവിടെ ട്രാൻസ്പെറൻ്റ് ആണ്. സോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പക്ഷേ പുറത്തുള്ള സ്ഥലങ്ങളിൽ അതൊന്നും ഒരു റെഗുലേഷൻ ഉള്ളതല്ല. ബിക്കോസ് അതുകൊണ്ട് തന്നെ അവർ പൈസ മേടിച്ചിട്ട് ചെയ്യും. ബട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത്. ഞാൻ പെട്ടുപോയല്ലോ എന്ന്. അങ്ങനെ പെട്ടവരെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. അവസാനം അവർ ഗതികെട്ട് 5-8 ലക്ഷം കൊടുത്തവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റെഫ്യൂജി അടിക്കും, റെഫ്യൂജി സ്റ്റാറ്റസിൽ പോകും. ഈ റെഫ്യൂജി സ്റ്റാറ്റസിൽ പോയാലോ 5-6 വർഷം നാട്ടിൽ പോലും പോകാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരിവിടെ നിൽക്കും. അങ്ങനെ ചെയ്യുന്നവർ ഒത്തിരി പേരെ അറിയാം. പക്ഷെ അതൊന്നും ഒരു സൊല്യൂഷൻ ഒന്നും അല്ല കാനഡയിലേക്ക് വരാൻ. അങ്ങനെ വന്നാൽ നിങ്ങൾ ഇവിടെ രക്ഷപ്പെടത്തുമില്ല.
ബിക്കോസ് നേരായ വഴിക്ക് വന്നാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലി ഇവിടെ വന്നിട്ട് ഈവൻ LMIA വരാം, ഈസി ആയിട്ട് വരാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതിന്റെ വേയിൽ കറക്റ്റായിട്ട് ചെയ്താൽ വരാൻ പറ്റും. സോ LMIA എന്ന് പറയുന്നത് ആ ഡോക്യുമെന്റിൽ ഓൾറെഡി എംപ്ലോയർ ESTC അപ്രൂവ് ചെയ്ത ഡോക്യുമെന്റിൽ ദർ ഇസ് ഓൾറെഡി കണ്ടീഷൻസ് ലൈക്ക് ലാംഗ്വേജ് IELTSന്റെ റിക്വയർമെന്റ് ഉണ്ടോ ഇല്ലയോ. ചില LMIAക്ക് IELTSന്റെ റിക്വയർമെന്റ് ഉണ്ട്, ചിലർക്ക് IELTS ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ഓൾറെഡി സ്റ്റേറ്റഡ്. ആ LMIA ഡോക്യുമെന്റിൽ എല്ലാം ഉണ്ട്. സോ എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ടോ, സോ എന്താണ് എഡ്യൂക്കേഷൻ്റെ, എത്ര വർഷമാണ്, ബാച്ചിലേഴ്സ് ആണോ, ജസ്റ്റ് ഹൈസ്കൂളാണോ, എല്ലാം അത് വിശദമായിട്ട് ആ LMIA ഡോക്യുമെന്റിൽ ഓൾറെഡി ഉണ്ട്. സോ ഒരാൾ വന്ന് എനിക്കൊരു LMIA വേണം, എല്ലാവർക്കും ഏത് LMIAയിലും വരാൻ പറ്റില്ല കാനഡയിൽ. സോ നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു LMIA, എല്ലാവർക്കും LMIA ആപ്ലിക്കബിൾ അല്ല. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. സോ നിങ്ങൾ വന്ന് ചോദിക്കുമ്പം IELTS വേണോ, ഇവിടെ LMIAയിൽ വരുമ്പോൾ IELTS വേണോ, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ കിട്ടുന്ന LMIA എങ്ങനത്തെ LMIA ആണ്. എംപ്ലോയറിന് LMIA റിക്വയർമെന്റ് IELTS റിക്വയർമെന്റ് ആണെങ്കിൽ വേണം, അല്ലെങ്കിൽ സംടൈംസ് ഇറ്റ്സ് ക്ലിയർലി സ്പെസിഫൈഡ് നോ ലാംഗ്വേജ് റിക്വയർമെന്റ്. എഡ്യൂക്കേഷൻ ആണെങ്കിലും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ അല്ലാതെ പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് വേണോ ഈ പർട്ടിക്കുലർ ഓക്യുപ്പേഷനിൽ. ഈ LMIA ഡോക്യുമെന്റ് അതെല്ലാം ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് സ്പെസിഫിക്കലി ഓരോ LMIA ഡോക്യുമെന്റ് ബേസ് ചെയ്താണ് ഈ ലാംഗ്വേജ്, വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ എല്ലാം. അപ്പോൾ സൈബ് പറഞ്ഞ കാര്യം ഞാൻ എഗ്രി ചെയ്യുന്നു. ഞങ്ങൾക്കും ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. അതായത് അവർക്കൊരു ജോബ് ഓഫർ കിട്ടി, $4000 ശമ്പളം, അക്കോമഡേഷൻ ഉണ്ട്, ഫുഡെല്ലാം പ്രൊവൈഡ് ചെയ്യും, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ആഫ്റ്റർ ടാക്സ് $4000 ശമ്പളം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ ലെറ്റർ തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് സ്കാമേഴ്സാണ്. പക്ഷെ എന്നാലും നാട്ടിലുള്ളവർക്ക് അവിടെയുള്ള ചില ഏജൻസ് എല്ലാം ഭയങ്കര പ്രോമിസിങ് ആയിട്ട്, കൺവിൻസിങ് ആയിട്ട് പറഞ്ഞിട്ട് പറയും, നിങ്ങൾ 10 ലക്ഷം കൊടുത്ത് കാനഡയിലേക്ക് വരൂ, വിസിറ്ററിൽ വന്നിട്ട് പിന്നെ നമുക്ക് LMIAയിലേക്കൊക്കെ മാറ്റാം. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി സ്കാമിങ്ങും നാട്ടിൽ നടക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് മാത്രമല്ല, കാനഡയ്ക്ക് പുറത്തായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ അടുത്ത് LMIA ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ LMIAക്ക് IELTS സ്കോർ എത്ര വേണമെന്നാണ്. അതായത് ഒരു പ്രൊഫഷൻ അനുസരിച്ചാണോ ഈ സ്കോർ മാറുന്നത്, അല്ലെങ്കിൽ ഒരു നമ്പർ അവർ വെച്ചിട്ടുണ്ടോ, ഇത്രയും സ്കോർ ഉണ്ടെങ്കിൽ LMIA പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. IELTSന്റെ കളി എങ്ങനെയാണ്? IELTSന് എത്രയാണ് സ്കോർ വേണ്ടി? SSA ഒരു LMIA ഡോക്യുമെന്റിൽ IELTS റിക്വയർഡ്, ഇംഗ്ലീഷ് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ സോ ഇറ്റ്സ് യൂഷ്വലി 6 ആണ്. 6 in each മോഡ്യൂളാണ് വേണ്ടിയത് ഇഫ് ഇംഗ്ലീഷ് ഇസ് റിക്വയർഡ് എന്ന് LMIAയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ല, പക്ഷെ അത് ബേസിക്കും ചില സിറ്റുവേഷൻസിൽ പോകാറില്ലേ? അത് ബേസിക് അവർ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്നേ പറയത്തുള്ളൂ, അവർ ബേസിക് ഇംഗ്ലീഷ് എന്ന് LMIAയിൽ സ്റ്റേറ്റ് ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ എംപ്ലോയറിനോട് കൂടുതൽ സംസാരിച്ചാൽ എംപ്ലോയർ ആപ്ലിക്കേഷൻ, LMIAയുടെ ആപ്ലിക്കേഷൻ വെച്ചപ്പം എംപ്ലോയർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ വാസ് ഇറ്റ് ജസ്റ്റ് ബേസിക് ഇംഗ്ലീഷ്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്കൊരു 4 ഒക്കെ ഉണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ ടൈം അത് അപ്രൂവ് ആയി പോകും വർക്ക് പെർമിറ്റ് ഒക്കെ. അത് പിന്നെ എംപ്ലോയർ ആണ് സ്പെസിഫിക്കലി ഞാൻ ആണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് നമ്മൾ IELTS ഇല്ലാതെ നമ്മൾ ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. IELTS ഒരു റിക്വയർമെന്റ്, അത് ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ്. ആ ബിസിനസ്സിന് അതിന്റെ ആവശ്യമില്ല എന്ന് ഇവിടുത്തെ ആ ബിസിനസ്സുകാരൻ അവിടെ തെളിയിച്ചു കൊടുക്കണം, ഗവൺമെന്റിനെ തെളിയിച്ചു കൊടുക്കണം, എനിക്ക് ഇംഗ്ലീഷ് വേണ്ട, എനിക്ക് വേറെ ലാംഗ്വേജ് ആണ് വേണ്ടത്. അപ്പോൾ ആ തരത്തിലുള്ളൊരു പൊസിഷൻ ആയിരിക്കണം അത്. എന്നാൽ മാത്രമേ IELTS അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ IELTS അല്ലെ ഫ്രഞ്ച് മാൻഡേറ്ററി ആണ്. അതിന് ബേസിക്കലി എമിഗ്രേഷൻ കൺസൾട്ടൻസ് ഒക്കെ ഒരു ബിഗ് ഇത് പ്ലേ ചെയ്യുന്നുണ്ട്. ബിക്കോസ് എംപ്ലോയീസ് യൂഷ്വലി അവർക്ക് ഇപ്പം നാട്ടിലെ എങ്ങനെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ദേ ഡോണ്ട് നോ മച്ച് ഫെമിലിയർ. അപ്പം അവർ യൂഷ്വലി ഒരു എമിഗ്രേഷൻ കൺസൾട്ടന്റിനെ, ഇവിടുത്തെ ലൈസൻസ്ഡ് എമിഗ്രേഷൻ കൺസൾട്ടന്റിനെ ആയിരിക്കും ഹയർ ചെയ്തിരിക്കുന്നത് ഈ LMIA ചെയ്യാൻ വേണ്ടി. അപ്പം ഓൾവേസ് സജസ്റ്റ് ദാറ്റ് ഇവിടെ ഉള്ള ലൈസൻസ്ഡ് എമിഗ്രേഷൻ കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്യുക. ഇപ്പം അന്നേരം അവർ പറയും, അല്ലെങ്കിൽ അവർ പുട്ടിനെ ക്യൂ സേയിങ് ദാറ്റ് എന്നിട്ട് അവർക്ക് ഇവിടുത്തെ എമിഗ്രേഷൻ കൺസൾട്ടൻസ് അവർ നോക്കും, ലുക്ക് അറൗണ്ട് ഫോർ എ എംപ്ലോയർ.
അപ്പം അങ്ങനെ ഒരു എംപ്ലോയർ വരുമ്പോൾ തീർച്ചയായിട്ടും ആ പൊസിഷൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓൾവേസ് എപ്പോഴും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലുള്ള ലൈസൻസ്ഡ് എമിഗ്രേഷൻ കൺസൾട്ടൻസുമായിട്ട് കീപ്പ് ഇൻ ടച്ച് വിത്ത് ദം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. നാട്ടിലുള്ള സ്കാമിൽ നെവർ ഗീവ് എനി മണി. ഒരു കാരണവശാലും ഇതിനൊന്നും അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അതൊരു റിക്വയർമെന്റും അല്ല, അതിന്റെ ആവശ്യവുമില്ല. പിന്നെ ഇവിടുത്തെ ഒരു എമിഗ്രേഷൻ കൺസൾട്ടന്റ് ആണെങ്കിൽ ഒരുപക്ഷെ ചെറിയൊരു ഫീസ് ഇനിഷ്യൽ രജിസ്ട്രേഷനും വല്ലതും മേടിക്കുമായിരിക്കും. ബട്ട് അത് ടോട്ടലി അപ് ടു ദ കമ്പനി, ഇവിടുത്തെ എമിഗ്രേഷൻ കൺസൾട്ടൻസിനെക്കാൾ. ബിക്കോസ് യു നെവർ നോ ആഫ്റ്റർ നിങ്ങൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോങ് പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഇന്ന് അപ്ലൈ ചെയ്താൽ നാളെ കിട്ടത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 to 6 months ഒക്കെ മിനിമം എടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. നമുക്കറിയാലോ, നമ്മൾ 3 to 6 months എടുത്തു കഴിയുമ്പോൾ ഒരു 1 or 2 months കഴിയുമ്പോൾ നമ്മൾ തന്നെ ഒരു തണുത്തു പോകും. തണുത്തുപോയി കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് മറന്നുപോകും. അതാണ് യൂഷ്വലി സംഭവിക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് വരാൻ അതിയായ ആഗ്രഹം കാനഡയിലേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കീപ് ഫോളോയിങ് അപ്പ് വിത്ത് ദാറ്റ് കൺസൾട്ടന്റ്. അതുപോലെ തന്നെ അവരുടെ റെപ്യൂട്ടേഷൻ ഇവിടുത്തെ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. ഇപ്പം എല്ലാം ഗൂഗിൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നാട്ടിൽ ഇരുന്നാണെങ്കിലും സെർച്ച് ചെയ്യാം അവരുടെ റെപ്യൂട്ടേഷൻ എങ്ങനെയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒത്തിരി ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ കാണും. അവരായിട്ടൊക്കെ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ തന്നെ സെർച്ച് ചെയ്ത് നോക്കാം അവരെങ്ങനെയുണ്ട് എന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ. നമ്മളെ മാത്രം സ്പെസിഫിക്കലി പറയുന്നില്ല. നമുക്ക് വളരെ സന്തോഷം നിങ്ങൾ നമ്മുടെ അടുത്ത് വന്നാൽ Yoke Immigration always we are ready to help you anyway. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ഞങ്ങളുടെ ഒരു ഫോളോവർ ചോദിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള വന്നൊരാൾ LMIA എടുത്ത് ആ ഒരു വർക്ക് പെർമിറ്റിലേക്ക് മാറുമ്പോൾ അവരുടെ കൂടെയുള്ള ഡിപ്പെൻഡൻസിന് എന്ത് സംഭവിക്കും? കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പൗസ് ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റസ് എങ്ങനെയാണ് മാറുക? അത് ഓപ്പൺ പെർമിറ്റ് തന്നെയായിരിക്കുമോ? കുട്ടികളുടെ കാര്യം എങ്ങനെയായിരിക്കും? മെയിൻ പ്രിൻസിപ്പൽ ആപ്ലിക്കൻ്റ് ഒരു LMIA കിട്ടിയ ഒരു എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് അവർ വർക്ക് പെർമിറ്റ് LMIA ബേസ്ഡ് വർക്ക് പെർമിറ്റിലോട്ട് മാറും. അത് കഴിഞ്ഞിട്ട് സേ ഇഫ് ദി സ്പൗസ് ഇസ് ഓൾറെഡി ഇൻ കാനഡ ആൻഡ് ദേ വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ ഫ്രം ദെയർ പ്രീവിയസ് വർക്ക് പെർമിറ്റ്. അവർ ഓൾറെഡി ഇൻസൈഡ് കാനഡ ആണ്. ഓൺ ദ പ്രീവിയസ് വർക്ക് പെർമിറ്റ്, സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കിട്ടണം ബേസ്ഡ് ഓൺ ഇപ്പം ഈ പ്രിൻസിപ്പൽ ആപ്ലിക്കൻ്റെ LMIA വർക്ക് പെർമിറ്റ് വെച്ചുകൊണ്ട് ഒരു സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷന് വെക്കണം. സെയിം തിങ് ഈവൻ ഫോർ ഡിപ്പെൻഡൻസ്. പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർക്കും ഒരു എക്സ്റ്റൻഷൻ, സ്റ്റഡി പെർമിറ്റ് ആയാലും ഓർ വിസിറ്റർ റെക്കോർഡ് ആയാലും എല്ലാത്തിനും ഒരു എക്സ്റ്റൻഷൻ മേടിച്ചാൽ മതി ബേസ്ഡ് ഓൺ ദിസ് LMIA വർക്ക് പെർമിറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ആപ്പ്. നോട്ട് നെസസറി. കുട്ടികൾക്ക് വിസിറ്റർ റെക്കോർഡിലായാലും അവർക്ക് സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ കാനഡയിൽ. സോ സ്റ്റഡി പെർമിറ്റിൽ സേ 4 വയസ്സ് കഴിഞ്ഞിട്ട് എ ചൈൽഡ് ഇസ് എലിജിബിൾ ഫോർ സ്റ്റഡി പെർമിറ്റ് സിൻസ് അവർ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആവും. പക്ഷേ ഡസൻ മീൻ ദാറ്റ് വിസിറ്റർ റെക്കോർഡിലാണെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റില്ല. അങ്ങനെയില്ല. നമുക്ക് വിസിറ്റർ റെക്കോർഡിലാണെങ്കിലും സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സായിബ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു +2 കഴിഞ്ഞ് വരുന്നവർക്കല്ല LMIA എന്നുള്ളത്. അപ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം വളരെ മാൻഡേറ്ററി ആണോ LMIAക്ക്? എക്സ്പീരിയൻസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും LMIAയുടെ സ്കോർ ചെയ്യാൻ വേണ്ടി? ഒരു LMIAക്ക് പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമാണോ എന്ന് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LMIAയിൽ എഡ്യൂക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് ഒരു എംപ്ലോയർ എന്താണ്, എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കുക്കിൻ്റെ പൊസിഷൻ ആണെങ്കിൽ they have education, work experience, language. Already ആ LMIA ഡോക്യുമെൻറ്റിൽ മെൻഷൻഡ് ആയിരിക്കും. ആ എംപ്ലോയറിന് ലാംഗ്വേജ് റിക്വയർഡ് ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അവർ ഇംഗ്ലീഷ് റിക്വയർഡ് എന്ന് എഴുതും, അല്ലെങ്കിൽ ഫ്രഞ്ച് റിക്വയർഡ് എന്ന് അതിനകത്ത് മെൻഷൻ ചെയ്യിക്കും. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ ദേ വിൽ ബി മെൻഷനിങ് ഇഫ് ദേ റിക്വയർ പാസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് 2 to 3 years ചിലപ്പം. അത് ആസ് ഐ ടോൾഡ് യു, ഇറ്റ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി occupation and dependent on the employer too. ആ ഒരു വർക്ക് എക്സ്പീരിയൻസിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു LMIAക്ക്. അപ്പോൾ ലിസൺസ് ആയിപ്പോൾ LMIA കുറിച്ച് നമ്മൾ ഒത്തിരി സംസാരിച്ചു. IELTS എന്ത് വേണം, എക്സ്പീരിയൻസ് എന്ത് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ എന്നാലും എല്ലാവർക്കും ഉള്ളൊരു മെയിൻ ഡൗട്ട്, ഈ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം എല്ലാവരും ചോദിച്ചൊരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു LMIA കിട്ടാൻ അല്ലെങ്കിൽ LMIA പ്രോസസ്സിന് വേണ്ടി എത്ര എക്സ്പെൻസ് ആകുമെന്നുള്ളതാണ്. അതിനൊരു ഡെഫിനറ്റ് നമ്പർ നമുക്ക് തരാൻ പറ്റുമോ? LMIA എന്ന് വെച്ചാൽ അത് എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്, ഞാൻ പറഞ്ഞ പോലൊക്കെ. സോ നമുക്ക് ഒരു എംപ്ലോയി ആയിരിക്കുമ്പം ഒരു വർക്കർ വെൻ ദേ ആർ ലുക്കിംഗ് ഫോർ LMIA,
അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും ഓൺലി വൺസ് ദാറ്റ്സ് ഡിസ്കസ്ഡ് വിത്ത് ദി പർട്ടിക്കുലർ എംപ്ലോയർ. ഓരോ എംപ്ലോയറിനും അവരുടെ റിക്വയർമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഓൾ ഡിപ്പെൻഡൻറ്റ് ഓൺ ദി എംപ്ലോയർ. ഒരു കോസ്റ്റ് ഉണ്ടോ ഇല്ലയോ ഒരു LMIAക്ക്. സോ ദാറ്റ്സ് വാട്ട് നമുക്കൊരു LMIA റിക്വയർമെൻറ്റ് ഉള്ളപ്പം when an LMIA is available, then നമ്മൾ ആ എംപ്ലോയറുമായിട്ട് ടച്ച് ബേസ് ചെയ്താലേ ഉള്ളൂ അതിൻ്റെ ഫർദർ സ്റ്റെപ്സ് കോസ്റ്റും കാര്യങ്ങളും. ബിക്കോസ് ഇറ്റ് ഈസ് എ സോൾ ഡോക്യുമെൻറ്റ് ദാറ്റ് an employer has. They own that document. സോ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവരുമായിട്ട് റീച്ച് ഔട്ട് ചെയ്യുമ്പോഴേ ഉള്ളൂ കോസ്റ്റും കാര്യങ്ങളും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് എ ജനറൽ amount. There is no fixed amount as such. പിന്നെ ഞാനൊരു എംപ്ലോയറായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ LMIA കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പം ഞാൻ പൈസ മേടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ ആ ഒരു എമിഗ്രേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് പൈസ ചിലവാകും. ലൈക്ക് ഒരു എമിഗ്രേഷൻ കൺസൾട്ടൻറ്റിന് ഞാൻ ഇതുപോലെ ആഡ് റൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ പേപ്പർ വർക്ക് ചെയ്യാനും ഈ കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യാനായിട്ട് എനിക്ക് നല്ലൊരു എമൗണ്ട് ചിലവാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ഇപ്പം എൻ്റെ കമ്പനിയുടെ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ₹1 പോലും മേടിക്കാതെ LMIA ചെയ്തിട്ടുണ്ട്. ₹1 പോലും മേടിക്കാതെ ചെയ്തിട്ടുണ്ട്. അല്ലാതാണെങ്കിൽ നമ്മുടെ കോസ്റ്റിന് നമ്മൾ ഒരു എംപ്ലോയറിന് ആവുന്നത് എസ്പെഷ്യലി അവരുടെ വർക്ക് പെർമിറ്റിൻ്റെ പൈസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് നമ്മളായിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ഒരു എംപ്ലോയർ അല്ല, അത് തീർച്ചയായിട്ടും ഡയറക്റ്റ്ലി എമിഗ്രേഷൻ കൺസൾട്ടൻറ്റിന് നമ്മളത് അവർ ഡയറക്റ്റ് അത് കൊടുക്കാനായിട്ടാണ് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. നമ്മളത് എടുക്കാറില്ല സാധാരണ. എന്ന് പറഞ്ഞാലും ബേസിക്കലി ഇതിനൊരു കോസ്റ്റ് ഉണ്ട് LMIA എടുക്കാനായിട്ടൊരു എംപ്ലോയറിന്. അത് മറന്നു പോകണ്ട. അത് നമ്മൾ അങ്ങനെ ഒരു സ്പെസിഫിക് എമൗണ്ട് ഒന്നുമില്ല ഇതിനകത്ത് ഇത്ര രൂപയാണ് എന്നുള്ളത്. ബട്ട് അതിനകത്ത് സർട്ടൻ ഗവൺമെൻറ് ഫീസസ് ഉണ്ട്. അതുപോലെ എമിഗ്രേഷൻ കൺസൾട്ടൻസിന് പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ പൈസയുടെ ട്രാൻസാക്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എത്രയാവും എന്നുള്ളത്. അത് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ഇപ്പോൾ LMIA ഒരു എംപ്ലോയർ വഴിയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും റിസ്ട്രിക്ഷൻ ഉണ്ടോ? എല്ലാ എംപ്ലോയേഴ്സിനും ഈ ഒരു LMIA പ്രോസസ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ഇങ്ങനെ എലിജിബിലിറ്റി ലിസ്റ്റ് എല്ലാം ചെക്ക് ചെയ്യാൻ ഓൺലൈനിൽ ആക്സസിബിൾ ആണോ? അല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയേഴ്സ് ഇതുപോലെ LMIA പ്രോസസ്സിന് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എവിടെയെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അറിയാൻ പറ്റുക ഈ ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു എംപ്ലോയറിന് LMIA ഓഫർ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം എങ്ങനെയാണ് അറിയാൻ പറ്റുക? LMIA എന്ന് വെച്ചാൽ there are some employers who haven't previous ആയിട്ട് അവർ ഓൾറെഡി LMIA അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു LMIA ഒരു എംപ്ലോയറിന് കിട്ടിക്കഴിഞ്ഞാലും they need to comply with all the regulations and everything. And previous ആയിട്ട് അവർക്ക് LMIA കിട്ടിയിട്ടുണ്ടെങ്കിൽ if they didn't comply with the regulations, they are blacklisted. And there is a list of companies that are blacklisted. അത് ESTCയുടെ വെബ്സൈറ്റിൽ പോയാൽ it is already publicly available ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് പോയി ആക്സസ് ചെയ്യാം. സോ അതാണ് that is one of the employer-ന്റെ റോളാണ് that they need to comply with all the conditions that the government is saying. And can all employers apply for LMIA? Definitely പറ്റും. പക്ഷേ അവർക്ക് കുറേ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം. ആ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ ഒരു എംപ്ലോയറിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇഫ് ദേ ആർ സേ ഒരു ഫെയർലി ന്യൂ കമ്പനി ആണെങ്കിൽ then there are some ways around how they can apply for LMIA. സോ അത് ഒരു കൺസൾട്ടൻറ്റുമായിട്ട് ആ എംപ്ലോയർ സംസാരിക്കുമ്പം നമ്മളാണെങ്കിൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും ആ എംപ്ലോയറിനെ എങ്ങനെയാണ് ഹൗ ദേ ക്യാൻ ഓവർകം ദാറ്റ് സിറ്റുവേഷൻ, എങ്ങനെയാണ് അവർക്ക് അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷനിലോട്ട് നമുക്ക് ആക്കിയെടുക്കാമെന്ന്, എന്തൊക്കെയാണ് സൊല്യൂഷൻസ്, എന്തൊക്കെയാണ് ഓൾട്ടർനേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും നമ്മൾ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ആയത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് തീർച്ചയായിട്ടും ഗൂഗിൾ ചെയ്താൽ കണ്ടുപിടിക്കാവുന്നതാണ്. അത് എമിഗ്രേഷൻ കാനഡയിലല്ല, അത് ESDCയിലാണ്. അതെന്ന് പറഞ്ഞാൽ അത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ലേബർ എന്താണ് അതിന്റെ എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കാനഡ, അതാണ് ESDCയുടെ
full form. അപ്പോൾ അവരാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും അതും ഓൺലൈൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലൊരു എംപ്ലോയർ തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വ്യക്തമായി ആ എംപ്ലോയറിനെ നിങ്ങൾ ഗൂഗിളിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ എംപ്ലോയറിന്റെ ഹിസ്റ്ററി കിട്ടുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഈവൻ ഒരു ഇവിടുത്തെ ഇമിഗ്രേഷൻ കൺസൾട്ടന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിലും നല്ലത് ഡു യുവർ ഓൺ റിസർച്ച് ഫസ്റ്റ്. വളരെ വ്യക്തമായി അതിനെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാനേ ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ വേണം എന്താണത്, എന്താണ് LMIA അല്ലെങ്കിൽ എന്താണ് ESDC, ഈ കാനഡയിൽ വന്നാൽ ആ ഒരു പർട്ടിക്കുലർ എന്താണ് അതിന് സ്കോപ്പ് ഉള്ളത്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈസി ആയിട്ട് ലോകത്തിന്റെ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. കാനഡയിൽ നടക്കുന്ന സിറ്റുവേഷൻസ് വളരെ ഓപ്പണാണ്. ഈ രാജ്യത്ത് ഒന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല ആർക്കും. എല്ലാവർക്കും വളരെ ഓപ്പണായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാവുന്നതാണ്. ബട്ട് ഡു യുവർ ഓൺ റിസർച്ച് അതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ലൈസൻസ്ഡ് എമിഗ്രേഷൻ കൺസൾട്ടന്റിനെ കോണ്ടാക്ട് ചെയ്യുക. അവർക്ക് തീർച്ചയായിട്ടും ഫർദറായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പ്രോമിസ് ചെയ്ത പോലെ തന്നെ LMIA കുറിച്ചുള്ള ഇൻഫോ പാക്ഡ് ആയിട്ടുള്ള 2 വീഡിയോസ് ആണ് ഈ ചാനലിൽ വരുന്നത്. ഇത് ഫസ്റ്റ് വീഡിയോ, അടുത്ത വീഡിയോ വീണ്ടും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ സൈബും ലിസും സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുണ്ടെങ്കിൽ 10 വർഷം മുന്നേ ഞങ്ങൾ നാട്ടിലുള്ള ഒരു കൺസൾട്ടന്റ് അപ്ലൈ ചെയ്ത് കാശുവായി ടീമുകളാണ് ഞങ്ങൾ. കാരണം എക്സ്പെസിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാനഡ ബേസ്ഡ് ആയിട്ടുള്ള ഓത്തറൈസ്ഡ് അപ്ലോഡ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെല്ലാം ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോസസ്സ് ചെയ്യുക. സൈബിനെയും ലിസിനെയും കോൺടാക്ട് ചെയ്യാറുണ്ട്. അതായത് യോക്ക് എമിഗ്രേഷനിൽ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓൾസോ ത്രൂ ഔട്ട് ദ വീഡിയോ ഞങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണിച്ചിട്ടുണ്ട്. സോ ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട് ടു ദം. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. സൈബ് ലിസിനോട് ചോദിക്കുകയാണെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക. അവരുടെ കോൺടാക്ട് നമ്പറും ഈ വീഡിയോയുടെ താഴെ തന്നെയുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത ഭാഗത്ത് സന്ധിക്കും വരെ ദിസ് ഇസ് ലുബ്ന സൈനിങ് ഓഫ് ദ Kakkasserys vlog with Sybu and Liz.